നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക്സലൻറ്റ് PSCയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കേട്ടോ, അതായത് ബയോളജിയിൽ എന്തൊക്കെയാണ് നമുക്ക് സിലബസിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അല്ലേ, എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ അല്ലേ, അതാണ് മെയിൻ ടോപ്പിക്കായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളെന്ന്. അല്ല, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മനുഷ്യ ശരീരത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതിൽ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് എണ്ണം എന്ന് പറയുന്ന ഒരു പോർഷനാണ്. എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന അവയവങ്ങളുടെ എണ്ണം ഇല്ലേ, അതേപോലെ വരുന്ന എണ്ണം കേട്ടോ, എത്ര പല്ലുകളുണ്ട് അല്ലേ, അങ്ങനെ വരുന്ന എണ്ണം വരുന്ന അല്ലെങ്കിൽ നമ്പേഴ്സ് വരുന്ന ക്വസ്റ്റ്യനുകളാണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇതായിക്കോട്ടെ, മനുഷ്യ ശരീരത്തിലെ എന്തിൻ്റെ എണ്ണം? ആകെ അവയവങ്ങളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അവയവങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള അവയവങ്ങൾ 80 ആണ്. ക്ലിയർ ആണല്ലോ കേട്ടല്ലോ. അപ്പം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള അവയവങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാ? 80 അവയവങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് കേട്ടോ. ഇനി ഒരു 3-4 മാസം മുമ്പ് മനുഷ്യ ശരീരത്തിൽ പുതിയൊരു അവയവം കൂടെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടല്ലോ. അപ്പോൾ ഈ അവയവം എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പഠിക്കുമ്പോൾ എത്രയെന്ന് പഠിച്ചാൽ മതി, 80 അവയവങ്ങൾ എന്ന് പഠിക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് 80ാമത്തെ അവയവമാണ് ഇന്റർസ്റ്റീഷ്യം കേട്ടോ. 80ാമത്തെ അവയവത്തിന്റെ പേര് ഇന്റർസ്റ്റീഷ്യം. ഓക്കെ, ഇനി അടുത്തത് 79ാമതായി കണ്ടെത്തിയ അവയവം എത്രാമത്താണ്? 79. അതാണ് മെസൻറ്ററി. ക്ലിയർ ആണല്ലോ. അപ്പം മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 80 ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് 79ാമതായി കണ്ടെത്തിയ അവയവമാണ് മെസൻറ്ററി, 80ാമതായി കണ്ടെത്തിയ അവയവമാണ് ഏത്? ഇന്റർസ്റ്റീഷ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആകെ അവയവങ്ങളുടെ എണ്ണം എത്ര? 80. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാ? പാൽപ്പല്ലുകൾ. എന്താണ് പാൽപ്പല്ല് എന്ന് നമുക്കറിയാം അല്ലേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം വരുന്ന പല്ലുകളെ നമ്മൾ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? പാൽപ്പല്ലുകൾ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ. അപ്പം മനുഷ്യ ശരീരത്തിലെ പാൽപ്പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ് അല്ലേ. എത്ര മിൽക്ക് ടീത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്? 20 മിൽക്ക് ടീത്ത് ആണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ എത്ര സ്ഥിരദന്തങ്ങളുണ്ടെന്ന് ചോദിച്ചാലോ? സ്ഥിരദന്തങ്ങൾ, അതായത് പെർമനന്റ് ടീത്ത് അല്ലേ. ഏത് കൊഴിഞ്ഞു പോയി? പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പല്ലുകളാണ് ഇത് സ്ഥിരദന്തങ്ങൾ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം മനുഷ്യരിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് എത്രയാ? 32 ആണ്. ക്ലിയർ ആണല്ലോ. എത്ര സ്ഥിരദന്തങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്? 32 സ്ഥിരദന്തങ്ങളാണ് ആർക്കുള്ളത്? മനുഷ്യനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ എത്ര തരം പല്ലുണ്ടെന്ന് ചോദിച്ചാലോ? ഒന്ന് പാൽപ്പല്ലാണ്, അത് 20 ആണ്. 2 സ്ഥിരദന്തങ്ങൾ 32 ആണ്. ഇനി എത്ര തരം പല്ലുണ്ടെന്ന് ചോദിച്ചാലോ? എത്ര തരം പല്ലുകളുണ്ടെന്ന് ചോദിച്ചാൽ അത് 4 തരം പല്ലുകളാണ്. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പം മനുഷ്യ ശരീരത്തിൽ പാൽപ്പല്ലുകൾ 20 ആണ്, സ്ഥിരദന്തങ്ങൾ 32 ആണ്. എത്ര തരം പല്ലുകളുണ്ടെന്ന് ചോദിച്ചാൽ അത് 4 തരം പല്ലുകളാണ് കേട്ടല്ലോ. ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ഇതാണ് നമ്മുടെ വായിൽ കാണപ്പെടുന്ന എന്തോന്ന്? 4 തരം പല്ലുകൾ. ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി നമുക്ക് അടുത്തത്, മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട് ടോട്ടൽ അല്ലേ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാ? അസ്ഥികൾ നമുക്കറിയാം 206 അസ്ഥികളാണുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പം മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ 206 അസ്ഥികളാണുള്ളത്. ഓക്കെ ആണല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളുണ്ട്? എത്ര പേശികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 639 പേശികളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിലുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പം 206 അസ്ഥികളുമുണ്ട്, 639 പേശികളുമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ
കൈകളിലും കാലുകളിലും എത്ര അസ്ഥികളുണ്ട്? കൈകളിലും കാലുകളിലും ഓരോന്നില പഠിച്ചു വെച്ചാൽ മതി. 30 എണ്ണം വെച്ചാണ് ഉള്ളത് കേട്ടോ. ഒരു കയ്യിൽ 30 അസ്ഥി, മറ്റേ കയ്യിൽ 30 അസ്ഥി. ഒരു കാലിൽ 30, അടുത്ത കാലിൽ 30. ഓക്കെ ആണല്ലോ. ഇപ്പോൾ കാലിലെയും കയ്യിലെയും അസ്ഥികൾ ചോദിച്ചാൽ ഓരോ കാലിലും ഓരോ കയ്യിലും 30 എണ്ണം വെച്ചാണ് കേട്ടോ. അതായത് ടോട്ടൽ എത്ര എണ്ണം വരും? 120 എണ്ണം വരും. ഓക്കെ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലയോടിലെ പല്ലുകളുടെ എണ്ണം, തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? തലയോടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കള്ളെന്ന് വിളിക്കുന്ന ഭാഗം അല്ലേ? അപ്പൊ നമ്മുടെ തലയോടിൽ എത്ര അസ്ഥികളുണ്ട്? നമ്മുടെ തലയോടിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 29 എന്ന് വേണം പഠിക്കാനുള്ളത്. കാര്യം ഇത് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കേട്ടല്ലോ, നമ്മുടെ റാങ്ക് ഫയലുകളിലൊക്കെ നിങ്ങൾ ആൻസർ ചിലപ്പോൾ 22 കണ്ടു കാണും. നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആൻസർ 29 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാ? 29 ആണ്. ഇനി നമുക്ക് ഈ 29 എങ്ങനെ വന്ന് നോക്കാം. ഒന്ന്, ക്രേനിയം. അതാണ് ഏതിനെ സംരക്ഷിച്ചിരിക്കുന്നത്? നമ്മുടെ തലച്ചോറിനെ സംരക്ഷിച്ചിരിക്കുന്ന അസ്ഥിപേടകമാണ് ക്രേനിയം അല്ലേ? ഈ ക്രേനിയത്തിലെ അസ്ഥികളുടെ എണ്ണം 8 ആണ്. ക്ലിയർ ആയല്ലോ? ക്രേനിയത്തിലെ അസ്ഥികളുടെ എണ്ണം 8 അല്ലേ? അടുത്തത് മുഖത്തെ അസ്ഥികളുടെ എണ്ണം. ക്രേനിയത്തിൽ 8 അല്ലേ? ഇനി മുഖത്ത് എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ അത് 14 അസ്ഥികളാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? മുഖത്ത് 14 അസ്ഥികൾ, ക്രേനിയത്തിൽ 8 അസ്ഥികൾ അല്ലേ? നമ്മുടെ തലയോടി തന്നെ അല്ലെങ്കിൽ തലയുടെ ഭാഗത്തായിട്ടല്ലേ ചെവി ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ചെവിയിൽ എത്ര അസ്ഥി കാണും? അത് നമുക്കറിയാം അല്ലേ? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്, അങ്ങനെ ഒരു ചെവി. ഇതേപോലെ 2 ചെവി ഇല്ലേ? അപ്പൊ അവിടെ എത്ര അസ്ഥികൾ? 6 അസ്ഥികൾ. അടുത്തത് നമ്മുടെ കഴുത്തില്ലേ, കഴുത്ത്. ഈ കഴുത്തിലെ ഒരസ്ഥി കേട്ടോ, കഴുത്തിലെ ഒരസ്ഥി, അതായത് ഹയോയിഡ് അസ്ഥി എന്ന് വിളിക്കും കേട്ടോ. ഇതും കൂടെ ചേർത്ത് ഇനി എണ്ണി നോക്കിക്കേ. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്? തലയോടായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, 14ഉം 8ഉം 22ഉം 6 28ഉം 1 എത്ര? 29 കേട്ടോ. ഇനി നമുക്ക് റാങ്ക് ഫയലുകളിൽ ചിലപ്പോൾ 22 ആൻസർ കാണും. റാങ്ക് ഫയലുകളിൽ അവർ ചെവിയും ഈ കഴുത്തിലെ ഒരസ്ഥിയും ഒഴിവാക്കിയിട്ടാണ് ആൻസർ എത്ര എടുത്തിരിക്കുന്ന? 22 എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കുക. തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അപ്പം 29. അതിൻ്റെ അകത്ത് തന്നെ ക്രേനിയത്തിൽ 8 എണ്ണം, മുഖത്ത് 14, ചെവിയിൽ 6. ഓക്കെ. ഇനി അപ്പൊ കഴുത്തിലെ അസ്ഥികളാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ കഴുത്തില് ഒരു ഹയോയിഡ് അസ്ഥി ഏതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്? തലയോടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നട്ടെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം, നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ അത് 26 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 26 ആണ് കേട്ടോ. അപ്പോ നമുക്കൊരു സംശയം വരും. നമ്മൾ 33 എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അതെന്താണ് ഈ 33 നമ്മൾ കേട്ടിട്ടുള്ളത്? അത് നട്ടെല്ലിലൊരു കാര്യം തന്നെയാണ് കേട്ടിട്ടുള്ളത് നമ്മൾ 33 അല്ലേ? എന്താണത്? നമ്മുടെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണമാണ് എത്ര? 33. ക്ലിയർ ആയോ? നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33, നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം 26. ക്ലിയർ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? മനുഷ്യന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം, കഴുത്തിലെ കശേരുക്കൾ നോക്കിക്കഴിഞ്ഞാൽ അത് 7 ആണ് അല്ലേ? ജിറാഫിന്റെ കഴുത്തിലും മനുഷ്യന്റെ കഴുത്തിലും 7 കശേരുക്കളേ ഉള്ളൂ കേട്ടല്ലോ. പക്ഷെ എന്താ വ്യത്യാസം? ജിറാഫിന്റെ കശേരുവിന് നീളം കൂടുതലാണ്, മനുഷ്യന്റെ കശേരുവിന് നീളം കുറവാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. മനുഷ്യരുടെ ആകെ അവയവങ്ങളുടെ എണ്ണം 80 ആണ്. അതിൻ്റെ അകത്ത് 80ാമത്തെ അവയവം ഇന്റർസ്റ്റീഷ്യവും 79 എന്ന് പറയുന്ന ഏതുമാണ്? മെസൻറ്ററിയുമാണ്. ഓക്കെ. ഇനി അടുത്തത് മനുഷ്യരിലെ പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 ആണ്. ഓക്കെ. അടുത്തത് മനുഷ്യനിൽ എത്ര തരം പല്ലുണ്ടെന്ന് ചോദിച്ചാൽ അത് 4 തരം പല്ലുകളാണ്. ഇനി മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ അത് 206 അസ്ഥികളാണ് അല്ലേ? ഇനി കയ്യിലെയും കാലിലെയും അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 30 വീതമാണ്. 30 വീതം അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. മൊത്തത്തിൽ 120 അസ്ഥികളുണ്ട് കയ്യിലും കാലിലും കൂടെ ചേർത്ത്. ഓക്കെ. അടുത്തത് പേശികളുടെ എണ്ണം ചോദിച്ചാൽ 639 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് തലയോടിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 29 ആണ്. അതിൻ്റെ അകത്ത് തന്നെ ക്രേനിയത്തിലെ അസ്ഥികളുടെ എണ്ണം 8 ആണ്. മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14 ആണ്. ചെവിയിലെ അസ്ഥികളുടെ എണ്ണം 6 ആണ്. ഓക്കെ. അടുത്തത് നമ്മുടെ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം, അത് 26 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാ? 33 ആണ്. മനുഷ്യന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം
7. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം അത് 46 അല്ലെങ്കിൽ എത്ര ജോഡി? 23 ജോഡി. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം മൊത്തം എത്ര ഉണ്ട്? 46 ക്രോമസോമുകൾ അല്ലേ? അപ്പം ഈ ക്രോമസോമുകൾ 2 തരമാണുള്ളത്. ക്ലിയർ ആണല്ലോ? ഒന്ന് സ്വരൂപ ക്രോമസോമുകൾ എന്നറിയപ്പെടുന്ന ക്രോമസോമുകൾ, കേട്ടോ, സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ ഓട്ടോസോംസ്. ഓക്കെ, അടുത്തത് ലിംഗ ക്രോമസോമുകൾ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ടൈപ്പ് ക്രോമസോം. ക്ലിയർ ആയല്ലോ? സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ ഓട്ടോസോംസും സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗ ക്രോമസോമുകൾ, കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്തിന് സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചാൽ 44 കേട്ടോ. അപ്പൊ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്രയാ? 44. ലിംഗ ക്രോമസോമുകളുടെ എണ്ണം 2. ക്ലിയർ ആയല്ലോ അത് അല്ലേ? ലിംഗ ക്രോമസോം 2 ഉണ്ട്, സ്വരൂപ ക്രോമസോം 44 ഉണ്ട്. ഇത് ചേർത്താണ് ഇത് എത്രയായത്? 46 ഓക്കെ, ഇനി ലിംഗകോശങ്ങളിൽ തന്നെ സ്ത്രീലിംഗ കോശവും ഉണ്ട്, അല്ലെങ്കിൽ ലിംഗ ക്രോമസോമുകളും ഉണ്ട്, പുരുഷലിംഗ ക്രോമസോമുകളും ഉണ്ട് അല്ലേ? ഏതിനെയാണ് നമ്മൾ സ്ത്രീലിംഗ ക്രോമസോം എന്ന് വിളിക്കുന്നത്? അത് എക്സിനെയാണ്. അതായത് 2 X ക്രോമസോമുകൾ വന്നാൽ അത് സ്ത്രീയും, ഒരു എക്സും ഒരു വൈയും വന്നാൽ അത് പുരുഷനും. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്ത്രീലിംഗ ക്രോമസോം എന്നറിയപ്പെടുന്നത് എക്സും പുരുഷലിംഗ ക്രോമസോം എന്നറിയപ്പെടുന്നത് വൈയുമാണ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ അല്ലേ? അപ്പം മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 46 അല്ലെങ്കിൽ 23 ജോഡി. അതിൻ്റെ അകത്ത് സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചാൽ 44 കേട്ടോ. ഇനി ലിംഗ ക്രോമസോം ചോദിച്ചാൽ 2 അല്ലെങ്കിൽ 22 ജോഡി എന്തുണ്ട്? സ്വരൂപ ക്രോമസോമുകളും 1 ജോഡി ലിംഗ ക്രോമസോമും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യനിലെ വാരിയല്ലുകളുടെ എണ്ണം എത്രയാണ്? വാരിയല്ലാണ് നമ്മൾ റിബ്സ് അല്ലേ? വാരിയൽ എന്ന് പറയുന്നതാണ് റിബ്സ് അല്ലേ? എത്ര വാരിയല്ലുകളുണ്ട്? നമുക്ക് 24 വാരിയല്ലുകൾ എന്ന് പറഞ്ഞാൽ എത്ര ജോഡി? 12 ജോഡി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എത്ര മാറലുണ്ട് നമുക്ക്? മനുഷ്യനിലെ മാറലുകളുടെ എണ്ണം കേട്ടോ. അപ്പം മാറലിന്റെ ശാസ്ത്രീയമായ പേര് ചോദിച്ചാലോ? നമ്മുടെ മാറലിന്റെ ശാസ്ത്രീയമായ പേര് അതാണ് സ്റ്റേർണം കേട്ടോ. മാറലിന്റെ ശാസ്ത്രീയമായ നാമം എന്തോന്നാ? സ്റ്റേർണം എന്നാണ്. സ്റ്റേർണം. ക്ലിയർ ആണല്ലോ ഇല്ലേ? നമുക്ക് എത്ര മാറലുണ്ട്? അത് ഒറ്റൊരു മാറല്ലേ നമുക്കുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം നമുക്ക് ശാസ്ത്രീയമായ പേരുകൾ പഠിക്കാനുള്ളത് ഒന്ന് മാറല്, അതാണ് സ്റ്റേർണം. ഇനി നമ്മുടെ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും ഒക്കെ ചിരട്ടയുണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും ചിരട്ടയെ വിളിക്കുന്ന പേരെന്താ? അത് പാറ്റല്ല കേട്ടോ. ഏതാണ്? പാറ്റല്ല. ഇനി നമുക്ക് എത്ര നട്ടലിൽ എത്ര കശേരു ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു? 33 കശേരുവല്ലേ? ഇതിൽ ആദ്യത്തെ കശേരുവിൻ്റെ പേരെന്താ? അതാണ് അറ്റ്ലസ് കേട്ടോ. നട്ടലിലെ ആദ്യ കശേരുവിൻ്റെ പേരെന്താ? അറ്റ്ലസ് കേട്ടോ. ഇനി നട്ടലിലെ അവസാന കശേരു അതാണ് കോക്കിക്സ് കണ്ടോ. നട്ടലിലെ ആദ്യ കശേരു അറ്റ്ലസും നട്ടലിലെ അവസാന കശേരു കോക്കിക്സ്, കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും ചിരട്ട പാറ്റല്ല. ഇനി അടുത്ത മാറലിൻ്റെ പേര് സ്റ്റേർണം കേട്ടല്ലോ. ഇനി എത്ര മാറലുണ്ടെന്ന് ചോദിച്ചാൽ എത്ര മാറലുണ്ട്? 1 മാറൽ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്ര ഉമിനീർ ഗ്രന്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമുക്കുള്ളത് കേട്ടോ. എത്ര ജോഡിയാണ്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എണ്ണമായിട്ട് പഠിച്ചു വെച്ചിരിക്കാനുള്ളത് കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ ലിവറിൻ്റെയും എത്ര ലിവർ ഉണ്ടെന്ന് അങ്ങനെയും ചോദിക്കില്ല കേട്ടോ. ഇത്രയുമാണ് എണ്ണമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഭാരത്തിലേക്ക് പോവാം കേട്ടോ. ഭാരം അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തത് മനുഷ്യൻ്റെ കരളിൻ്റെ ഭാരം
അത് ഒരു നമ്പറായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നിന്റെ കൂട്ടത്തിൽ പറയുന്നത് കേട്ടോ. മനുഷ്യന്റെ കരളിന്റെ ഭാരം എത്രയാ? അത് 1500 ഗ്രാമാണ്. ക്ലിയർ ആണല്ലോ. മനുഷ്യന്റെ കരളിന്റെ ഭാരം 1500 ഗ്രാം. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാരം എത്രയാണ്? മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാരം അത് 1400 ഗ്രാമാണ് കേട്ടോ. മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാരം എത്രയാ? 1400 ഗ്രാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ വൃക്കകളുടെ ഭാരം എത്രയാണ്? മൊത്തത്തിൽ 2 വൃക്കയുണ്ട് ഇല്ലേ? 2 വൃക്കയും കൂടെ എത്ര ഗ്രാമുണ്ട്? 300 ഗ്രാമുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്കുള്ളത് ഹൃദയത്തിന്റെ ഭാരം. മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര ഭാരമുണ്ട്? മനുഷ്യ ഹൃദയത്തിന് ഏകദേശം 250 ഗ്രാം എന്നേ പറയാൻ പറ്റും. കറക്റ്റ് ഒന്നുമില്ല. ഒരാളുടെ കൈമുഷിയുടെ വലിപ്പമല്ലേ ഉള്ളത് എന്ന് പറഞ്ഞാൽ 250 മുതൽ 300 ഗ്രാം വരെ ഭാരം ഏതിന് കാണും? നമ്മുടെ ഹൃദയത്തിന് കാണും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഭാരമായിട്ട് ഇത് 4 പഠിച്ചു വെച്ചാൽ മതി. കരളിന്റെ ഭാരം 1500 ഗ്രാം, തലച്ചോറിന്റെ ഭാരം 1400 ഗ്രാം, വൃക്കകളുടെ ഭാരം 300 ഗ്രാം, ഹൃദയത്തിന്റെ ഭാരം 250 ഗ്രാം. കണ്ടോ? ഇതെല്ലാം നമ്പറുകളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ആൻസറുകളെല്ലാം എന്താണ്? നമ്പേഴ്സാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എണ്ണം എന്നൊരു ടോപ്പിക്കായിട്ട് ഇതിനെ നമ്മൾ എഴുതി പഠിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്ക്, ഇതേപോലെ ബേസിക്കായ വേറൊരു ടോപ്പിക്ക്, വലുത് ചെറുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അവയവം അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രന്ഥി ആണല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ വലുത്, ചെറുത്, അല്ലെങ്കിൽ കൂടുതൽ, കുറവ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, കുറവ് കാണപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം വലുത്, ചെറുത്. നോക്കിക്കോ. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതെന്നാണ് ചോദ്യം. ഏതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? അത് ത്വക്കാണ് കേട്ടോ. മനുഷ്യരിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് ഏതാണ്? ത്വക്കാണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കൂടിയ അവയവം ഏതാണ്? ഏറ്റവും ഭാരം കൂടിയ അവയവം അതും ഏത് തന്നെ? ത്വക്ക് തന്നെയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കൂടിയ അവയവം ത്വക്കാണ് കേട്ടല്ലോ. അതായത് നമ്മുടെ ശരീരത്തിലെ ഈ ത്വക്കെല്ലാം കൂടെ നമ്മൾ ഉരിഞ്ഞെടുത്ത് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, തൂക്കി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശ ഭാരം 10.9 കിലോഗ്രാമിനടുത്ത് വരും. ക്ലിയർ ആയോ കേട്ടോ? അപ്പം മനുഷ്യരിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും ഭാരം കൂടിയ അവയവം ഏത് തന്നെ? ത്വക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് നമ്മുടെ PSC ചോദിച്ചിരുന്നു. അതിൻ്റെ അകത്ത് അവരെടുത്തിരിക്കുന്ന ആൻസർ ശ്വാസകോശമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. മനുഷ്യരുടെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് കേട്ടല്ലോ കേട്ടോ. അപ്പോൾ മനുഷ്യരുടെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമായിട്ട് ഇപ്പോൾ PSC ആൻസർ എടുത്തിരിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി അത് കരളാണ് അല്ലേ. മനുഷ്യരിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? കരളിനെയാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? അത് പൈനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. പൈനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥിയാണ് ഏറ്റവും ചെറിയ ഗ്രന്ഥി. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവവും ആര് തന്നെയാണ്? ഈ പൈനിയൽ ഗ്രന്ഥി തന്നെയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ മനുഷ്യരുടെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ അത് ത്വക്കാണ്. മനുഷ്യരുടെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ അത് കരളാണ്. ഏറ്റവും ചെറിയ അവയവം ചോദിച്ചാലും ഏറ്റവും ചെറിയ ഗ്രന്ഥി ചോദിച്ചാലും ആൻസർ ഏതാ? പൈനിയലാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഏറ്റവും വലിയ അസ്ഥി അത് നമുക്കറിയാം. അത് നമ്മുടെ തുട ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അസ്ഥിയാണ്. തുടയെല്ലെന്ന് വിളിക്കും അല്ലേ? ആണല്ലോ. അതിൻ്റെ ശാസ്ത്രീയമായ പേരാണ് ഫീമർ അല്ലെങ്കിൽ തുടയൽ. ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. അങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ? ചെറിയ അസ്ഥി അത് സ്റ്റേപ്പീസ്. അത് നമുക്കറിയാം.
ഏതാണ്? സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. എവിടെ കാണപ്പെടുന്നതാണ് സ്റ്റേപ്പിസ്? ചെവിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഏത്? സ്റ്റേപ്പിസ്. അതാണ് ഏറ്റവും ചെറുത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാ? മനുഷ്യരിലെ ഏറ്റവും വലിയ പേശി അത് ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. കേട്ടോ, ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യരിലെ ഏറ്റവും വലിയ പേശി. ഇതാണ് നമ്മൾ ഇഞ്ചക്ഷൻ മസിൽ എന്ന് വിളിക്കുന്നത്. കേട്ടല്ലോ, അതായത് നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന മസിൽ അല്ലേ, ആ ഭാഗത്തെ പേശി, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാ? ചെറിയ പേശി അത് നമ്മുടെ സ്റ്റേപ്പിസിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന സ്റ്റേപ്പിഡിയസ്. കേട്ടോ, ഏതാണ്? സ്റ്റേപ്പിഡിയസ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്, ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാ? ഏറ്റവും നീളം കൂടിയ പേശി അതിതൊന്നുമല്ല, അത് സാർട്ടോറിയസ് ആണ്. കേട്ടോ, ഏതാണ് നീളം കൂടിയ പേശി? ഏതാ? സാർട്ടോറിയസ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ സാർട്ടോറിയസ് ആണ് ഏറ്റവും നീളം കൂടിയ പേശി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതാ? ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി അത് പരോട്ടിഡ് ആണ്. കേട്ടോ, അപ്പൊ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ചോദിച്ചാൽ അത് പരോട്ടിഡ് ഗ്രന്ഥിയാണ്. കാരണം ആകെ 3 ജോഡിയേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഏതാണ്? പരോട്ടിഡ് ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാ? തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം അത് സെറിബ്രമാണ്. കേട്ടോ, തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ചോദിച്ചാൽ അതേതാ? സെറിബ്രമാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഇതെല്ലാം. കേട്ടോ, ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യങ്ങൾ? അപ്പം ഇത്രയും നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് ഏതാ? ത്വക്കാണ്. നമ്മുടെ ത്വക്കിന്റെ ശരാശരി ഭാരം 10.9 കിലോഗ്രാം ആണ് മൊത്തത്തിൽ എടുത്ത് വയ്ക്കുമ്പോൾ. കേട്ടോ, ഇനി ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം എന്ന് ഇപ്പോൾ PSC ആൻസർ എടുത്തിരിക്കുന്നത് ഏതിനാ? ശ്വാസകോശത്തെയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഓക്കെ, ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതും? പൈനിയർ ഗ്രന്ഥി. ഇത് തന്നെയാണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം. ഓക്കെ, അടുത്തത് മനുഷ്യരിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് വിളിക്കുന്ന ഏതിനെയാ? ഫീമറാണ്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. ഇനി ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റേപ്പിഡിയസ്. കേട്ടോ, അടുത്തത് ഏറ്റവും നീളം കൂടിയ പേശി ഏതാ? സാർട്ടോറിയസ് ആണ്. ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പരോട്ടിഡിനെയാണ്. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. ഓക്കെ, അടുത്തത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി ഏതാണെന്ന് ചോദിച്ചാൽ നാഡി എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ശരീരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിർദ്ദേശങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നതാണ് ആര്? നാഡികൾ അല്ലേ? അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി ഏതാണെന്ന് ചോദിച്ചാൽ അത് സിയാറ്റിക് നാഡിയാണ്. കേട്ടോ, ഏതാണ്? സിയാറ്റിക് നെർവ് അല്ലെങ്കിൽ സിയാറ്റിക് നാഡി. ഇതാണ് മനുഷ്യത്തിലെ ഏറ്റവും വലിയ നാഡി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡി ഏതാണ്? ചെറുത് അത് ട്രോക്ലിയർ നാഡിയാണ്. ട്രോക്ലിയർ. കേട്ടോ, മനുഷ്യരുടെ ഏറ്റവും ചെറിയ നാഡി ഏതാ? ട്രോക്ലിയർ എന്ന് പറയുന്ന നാഡിയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി ചോദിച്ചാലോ? അതും ഏതു തന്നെ? സിയാറ്റിക് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഏറ്റവും വലിയ നാഡിയും നീളം കൂടിയ നാഡിയും സിയാറ്റിക് നാഡിയാണ്. ഏറ്റവും ചെറിയ നാഡി എന്ന് പറയുന്നത് ഏതാണ്? ട്രോക്ലിയർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് നെർവ് അതേതാണെന്ന് ചോദിച്ചാൽ അത് വാഗസ് നാഡിയാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി, ചെറിയ നാഡി, ഏറ്റവും വലിയ സമ്മിശ്ര നാഡി. ഓക്കെ, ഏറ്റവും വലുതും നീളം കൂടിയതും ഒരേ നാഡി തന്നെയാണ്, അത് സിയാറ്റിക് ആണ്. കേട്ടോ, ഏറ്റവും ചെറുത് ട്രോക്ലിയർ ആണ്. ഏറ്റവും വലിയ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത് വാഗസ് നാഡിയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാ? മനുഷ്യരിലെ ഏറ്റവും വലിയ കോശം അത് അണ്ഡമാണ്. അണ്ഡം. കേട്ടോ, സ്ത്രീ ലിംഗകോശമായ അണ്ഡമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അല്ലെങ്കിൽ ഓവം. കേട്ടോ, ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്?
നമ്മുടെ ശരീരത്തിലുള്ളതിൽ ഏറ്റവും ചെറിയ കോശമാണ് പുരുഷ ലിംഗകോശം എന്നറിയപ്പെടുന്ന പുംബീജം അല്ലെങ്കിൽ സ്പേം. ക്ലിയർ ആണല്ലോ? അപ്പൊ പുംബീജം ഏറ്റവും ചെറുതും അണ്ഡം ഏറ്റവും വലുതും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? നമ്മൾ കൊച്ചിലെ പടം വരച്ച് പഠിക്കുമ്പോഴും നീളത്തിൽ വരയ്ക്കുന്ന ഒരു പടമുണ്ട്. ഏതാണ്? അതേതാ? നമുക്കറിയാം, ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിഭജനശേഷി ഇല്ലാത്ത കോശം ഏതാണ്? നമ്മുടെ ശരീരത്തിലുള്ളതിൽ വിഭജനശേഷി ഇല്ലാത്ത കോശം അത് നാഡീകോശമാണ്. കേട്ടോ? നാഡീകോശത്തിന് എന്തില്ല? വിഭജനശേഷി ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട എന്തിൽ വരുന്നത്, വലുതും ചെറുതും അതേപോലെ നീളം കൂടിയത് നീളം കുറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിയും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ കുറച്ച് വർണ്ണ വസ്തുക്കളെ കുറിച്ച് നോക്കാം. കേട്ടോ? അതായത് നമുക്ക് എന്ത് നൽകുന്ന ശരീരത്തിന് നിറം നൽകുന്ന കുറച്ച്, നമ്മുടെ ശരീരത്തിൽ നിറമൊക്കെ കിട്ടുന്നതിന് കാരണമായിട്ടുള്ള കുറച്ച് വർണ്ണ വസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ പിഗ്മെന്റുകൾ. ഈ പിഗ്മെന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കേട്ടോ? അതിൽ ഒന്നാമത്തത് നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു. രക്തം നമുക്കറിയാം, ബ്ലഡ് അല്ലേ? നമ്മളെല്ലാം റെഡ് ബ്ലഡഡ് ആണെന്ന്, ചുവന്ന രക്തമുള്ള ജീവികളാണ് അല്ലേ? അപ്പൊ ഇതിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഇത് ഹീമോഗ്ലോബിൻ. കേട്ടോ? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? ഹീമോഗ്ലോബിൻ ആണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? മുടിക്ക് ഏതാണ്? അത് കെരാറ്റിനാണ്. കേട്ടോ? മുടിയിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഇത്, ഈ കെരാറ്റിൻ. ഇതാണ് നമുക്ക് മുടിക്ക് എന്ത് നൽകുന്നത്? നിറം നൽകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിത്തരസം നമുക്കറിയാം, ബൈൽ അല്ലേ? ഇതിനൊരു ഇളം മഞ്ഞ നിറമാണ് അല്ലേ? ഈ ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? പിത്തരസത്തിന് അത് ബിലിറുബിനാണ്. കേട്ടോ? അതേതാണ്? ബിലിറുബിൻ. അങ്ങനെയാണെങ്കിൽ മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? മൂത്രത്തിന് ഇളം മഞ്ഞ നിറം അത് യൂറോക്രോം. കേട്ടോ? മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലത്തിന് ഒരു ഇളം മഞ്ഞ നിറമാണ്, സ്റ്റൂൾ അല്ലേ? അതിന് ഈ മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാ? അത് ബിലിവിറുഡിനാണ്. ബിലിവിറുഡിൻ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? ത്വക്കിന് അത് മെലാനിനാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വർണ്ണവസ്തുക്കൾ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത്? ഹീമോഗ്ലോബിൻ. മുടിക്ക് നിറം നൽകുന്ന പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാലും അതിന്റെ വർണ്ണവസ്തു ഏതെന്ന് ചോദിച്ചാലും അത് കെരാറ്റിനാണ്. പിത്തരസത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ബിലിറുബിൻ. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് യൂറോക്രോം. മലത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ബിലിവിറുഡിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. അല്ലേ? അപ്പം മെലാനിൻ്റെ അളവ് കൂടുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും? ഇത്തിരി ഡാർക്കായിരിക്കും. മെലാനിൻ്റെ അളവ് കുറവുള്ള ആൾക്കാർ വെളുത്തുമായിരിക്കും. കേട്ടോ? ഇതേ മെലാനിൻ തന്നെയാണ് നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ അല്ലേ? അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഐറിസ് എന്ന് വിളിക്കും. കേട്ടോ? അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ചെറിയ സുഷിരമാണ് ഏത്? നമ്മുടെ കൃഷ്ണമണി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഐറിസിന് നിറം നൽകുന്ന വർണ്ണവസ്തു ചോദിച്ചാലും ആൻസർ ഏത് തന്നെയാണ്? മെലാനിൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണ വസ്തുക്കൾ എന്ന് പറയുന്നത്.